കോൺഫ്രണ്ടിംഗ് ക്ലാസ് ഇൻ ദ ക്ലാസ് റൂം. ബെൽ ഹൂക്സ്. ഗ്ലോറിയ ജീൻ വാട്കിൻസ് ബെൽ ഹൂക്സ് എന്ന പേരിൽ പ്രശസ്തയായ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരിയും ഫെമിനിസ്റ്റും അധ്യാപികയുമായിരുന്നു. അവർ തൻ്റെ പേരിൽ വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കാതിരുന്നത് താൻ ആവിഷ്കരിച്ച ആശയങ്ങളിലേക്കാണ് ശ്രദ്ധ പോകേണ്ടത് എന്നുള്ളതായിരുന്നു. ടീച്ചിങ് ടു ട്രാൻസ്ഗ്രസ് എഡ്യൂക്കേഷൻ ആസ് ദ പ്രാക്ടീസ് ഓഫ് ഫ്രീഡം എന്ന തൻ്റെ പുസ്തകത്തിൽ ക്ലാസ് മുറികളിൽ, പ്രത്യേകിച്ച് യുഎസിൽ, വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യവും ന്യായവുമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നിടത്ത് ക്ലാസ് എങ്ങനെ വളരെ അപൂർവമായി മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ എന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ഈ വിശ്വാസം സത്യത്തെ മറയ്ക്കുന്നുവെന്ന് ഹുക്സ് വിശദീകരിക്കുന്നു. ആളുകൾ സ്കൂളിൽ എങ്ങനെ പഠിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്നതിനെ ക്ലാസ് ബാധിക്കുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും പലപ്പോഴും ക്ലാസ് പ്രശ്നമല്ല എന്ന മട്ടിൽ പെരുമാറുന്നു. പക്ഷേ അറിവ് എങ്ങനെ നൽകപ്പെടുന്നുവെന്നും സ്വീകരിക്കപ്പെടുന്നുവെന്നും അത് രൂപപ്പെടുത്തുന്നു. ദരിദ്രരായ തൊഴിലാളി വർഗ കുടുംബത്തിലാണ് ഹുക്ക് വളർന്നത്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ പഠിക്കാൻ അവർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. യാത്ര, വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയുടെ വിലയെക്കുറിച്ച് അവരുടെ കുടുംബം ആശങ്കാകുലരായിരുന്നു ആദ്യം. ക്ലാസ് വ്യത്യാസങ്ങൾ പണത്തെക്കുറിച്ച് മാത്രമാണെന്ന് അവൾ കരുതി. പക്ഷേ പിന്നീട് ക്ലാസ് മൂല്യങ്ങളെയും പെരുമാറ്റത്തെയും ബന്ധങ്ങളെയും ബാധിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കി. സ്റ്റാൻഫോർഡിൽ വിദ്യാർത്ഥികൾ മധ്യത്തിലുള്ള അല്ലെങ്കിൽ ഉയർന്ന വിഭാഗത്തെപ്പോലെ നിശബ്ദരും അനുസരണയുള്ളവരും വൈകാരികമായി നിയന്ത്രിക്കപ്പെട്ടവരുമായി പെരുമാറണമെന്ന് വ്യക്തമായിരുന്നു. ഉച്ചത്തിൽ സംസാരിക്കുകയോ വികാരഭരിതരാകുകയോ ചെയ്യുന്നത് തെറ്റായി കണക്കാക്കപ്പെട്ടിരുന്നു. പൂർവികരെപ്പോലെ പെരുമാറുന്നത് വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ സഹായിച്ചുവെന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരെ അവഗണിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തുവെന്നും അവർ ശ്രദ്ധിച്ചു. അവിടെ ഒരിക്കലും ക്ലാസിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊരു നിയമമുണ്ടായിരുന്നു. മിക്ക വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ദരിദ്ര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ, അവരുടെ സംസാരവും ശീലങ്ങളും മാറ്റേണ്ടി വന്നു. അതിനനുസരിച്ച് ഒരു പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുകയോ ഒരാളുടെ തൊഴിലാളി വർഗ സംസ്കാരത്തിൽ അഭിമാനം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് പിന്നോക്കക്കാരായി കാണപ്പെട്ടു. വിദ്യാർത്ഥികൾ അവരുടെ വേരുകൾ ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എതിർത്തവരെ വിഘടിപ്പിക്കുന്നവരായി കണ്ടു. ഒരു അധ്യാപിക എന്ന നിലയിൽ ഹുക്ക് സ്വന്തം വിദ്യാർത്ഥികളിൽ, പ്രത്യേകിച്ച് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള ആഫ്രിക്കൻ അമേരിക്കൻ വിദ്യാർത്ഥികളിൽ സമാനമായ പോരാട്ടങ്ങൾ കണ്ടു. വെളുത്ത മധ്യവർഗ സർവകലാശാല ജീവിതവുമായി പൊരുത്തപ്പെടുമ്പോൾ അവരുടെ സാംസ്കാരിക ഐഡന്റിറ്റി നിലനിർത്തുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അവർ തുറന്നു പറഞ്ഞു. ഒരു ഐഡന്റിറ്റി മറ്റൊന്നിനേക്കാൾ തിരഞ്ഞെടുക്കരുതെന്നും രണ്ട് ലോകങ്ങളിലും ജീവിക്കാനുള്ള വഴി കണ്ടെത്തണമെന്നും ഹുക്സ് അവരോട് പറഞ്ഞു. എന്നിരുന്നാലും എപ്പോഴും ഇരകളായി സ്വയം കാണരുതെന്ന് അവർ മുന്നറിയിപ്പ് നൽകി, കാരണം അത് പരാജയത്തിലേക്ക് നയിച്ചേക്കാം. സ്റ്റാൻഫോർഡിലെ അവരുടെ വനിതാ പഠന ക്ലാസുകളിൽ വെള്ളക്കാരായ പ്രൊഫസർമാർ വെള്ളക്കാരായ മധ്യവർഗ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂവെന്ന് ഹുക്സ് ശ്രദ്ധിച്ചു. ദരിദ്രരും വെള്ളക്കാരല്ലാത്തവരുമായ സ്ത്രീകൾ അവഗണിക്കപ്പെട്ടു. കറുത്ത വർഗക്കാർക്കും തൊഴിലാളി വർഗ സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുകയും സ്വന്തം കുടുംബത്തിലെയും സമൂഹത്തിലെയും സ്ത്രീകളുടെ ശക്തിയെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് തൻ്റെ കടമയാണെന്ന് അവർ വിശ്വസിച്ചു. ഫെമിനിസ്റ്റ് ചർച്ചകൾ പോലും വർഗപരമായ പ്രത്യേകാവകാശത്താൽ രൂപപ്പെടുന്നതാണെന്നും ദരിദ്രരുടെ ശബ്ദങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ടെന്നും അവർ മനസ്സിലാക്കി. ഇന്ന് വിദ്യാഭ്യാസത്തിലെ ക്ലാസ് പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബോധമുണ്ട്. എന്നാൽ യഥാർത്ഥ മാറ്റം വല്ലാതെ കുറവാണ്. ഹുക്സ് ജെയിൻ ഇലൻ വിൽസൺ എന്നിവരുടെ പേരെടുത്തു പറയുന്നു. വിദ്യാലയങ്ങളിൽ എല്ലാ സ്വരങ്ങൾക്കും അഭിമുഖം ലഭിക്കണം. ചിലർക്ക് കൂടുതൽ ശക്തിയുള്ള സ്വരം അനുവദിക്കുന്നത് തെറ്റാണ് എന്ന് ഹുക്സ് വിശ്വസിക്കുന്നു. അവർ ഫെമിനിസ്റ്റ് വിദ്യാഭ്യാസ ശാസ്ത്രത്തെയും വിമർശനാത്മക വിദ്യാഭ്യാസ രീതിയെയും പിന്തുണയ്ക്കുന്നു. വിദ്യാർത്ഥിയുടെ ജാതിയോ ലിംഗമോ ക്ലാസോ ഏതായാലും
എല്ലാവർക്കും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവകാശം വേണം. അവർ വിദ്യാർത്ഥികളെ സംസാരിക്കാൻ, കേൾക്കാൻ, അവരുടെ യാഥാർത്ഥ്യങ്ങൾ പങ്കിടാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ ക്ലാസ് വ്യത്യാസങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുകയും അതിനെ എളുപ്പം മനസ്സിലാക്കാനും കഴിയും. ഇന്നത്തെ വിദ്യാർത്ഥികൾ ഭിന്നത മറയ്ക്കുന്ന പോലെ ഒന്നുപോലെ വസ്ത്രം ധരിച്ചേക്കാമെങ്കിലും അവരുടെ ക്ലാസ് പശ്ചാത്തലങ്ങൾ അവരുടെ പഠനത്തെയും ജീവിതത്തെയും ഏറെ സ്വാധീനിക്കുന്നു.